PCODയുടെ ഏറ്റവും ഡേഞ്ചർ എന്താണെന്ന് അറിയോ? അത് ഇറഗുലർ പീരിയഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള രോമ വളർച്ചയോ ഒന്നുമല്ല. നമുക്ക് PCOD ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതാണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുകയും അതിനുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയ കണ്ടീഷൻ. PCOD ഉണ്ട് എന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഇതിന് ധാരാളമായി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാകുന്നു എന്നുള്ളത്. ഇത് കൂടാതെ തന്നെ നമ്മൾ PCOD ട്രീറ്റ് ചെയ്യാതെ വിട്ടുമ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസിന് ഒരു കാരണമാകുന്നു. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസുകൾക്ക്, നമ്മുടെ ഹാർട്ട് ഡിസീസുകൾക്കോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്റ് ആയ ഡിസീസുകൾക്കോ ഒരു കാരണമാണ്. എൻഡോമെട്രിയൽ ക്യാൻസറിന് ഒരു കാരണമാകാറുണ്ട്. PCOD ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇത് മെന്റൽ ഡിസോർഡേഴ്സിന് ഒരു കാരണമാണ്. ഡിപ്രഷൻ, ആൻസൈറ്റി പോലെയുള്ള അസുഖങ്ങൾക്ക്, സ്ലീപ്പ് അപ്നിയ പോലെ ഉറക്കം തീരെ ഇല്ലാതെ വരുന്ന അവസ്ഥകൾക്ക് വരെ ഒരു കാരണമാകാറുണ്ട്. കോംപ്ലിക്കേഷൻസ് എല്ലാം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും PCODക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്.